എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് ഒരായിരം നന്ദി പറയുവാണ്. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും കാര്യത്തിൽ അമ്മ മാതാവിന് പ്രത്യേക ഇടപെടലുണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തിയതാണ് ഈ ചാനലിലുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും ലൈവിൽ പങ്കെടുക്കുകയും അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ സ്വന്തം മക്കളാണെന്നും അവരെല്ലാവരെയും അമ്മ മാതാവ് എല്ലാ കാര്യങ്ങളിലും അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. ലൈവിലൂടെ അനേകം മക്കൾക്ക് ലൈവായിട്ട് തന്നെ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകുന്നുണ്ട്. സാമ്പത്തിക നേട്ടങ്ങളും അതുപോലെ തന്നെ രോഗസൗഖ്യങ്ങളും എല്ലാ അത്ഭുതങ്ങളും അമ്മ മാതാവ് ലൈവിലൂടെ ലൈവായിട്ട് അമ്മ മാതാവ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മ മാതാവ് വെളിപ്പെടുത്തിയതാണ് അമ്മ മാതാവിൻ്റെ രൂപം പണി എന്നുള്ളത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും അനാഥാലയത്തിന് വേണ്ട ഭക്ഷണവും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് എല്ലാ ദിവസവും വൈകിട്ട് 7:30 നടത്തുന്ന ലൈവിൽ നിങ്ങൾ അതിഭക്തിയോടുകൂടി തന്നെ പങ്കുചേരുക. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അമ്മ മാതാവിനോട് നേരിട്ടാണ് ലൈവിലൂടെ സമർപ്പിക്കുന്നത്. അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ലൈവിൽ പങ്കെടുക്കുകയും കൂടെ ചെയ്യുക. അമ്മ മാതാവിന് പ്രത്യേക ഇടപെടൽ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥനയിൽ ദൈവഭക്തിയോടുകൂടി തന്നെ പങ്കുചേരുക. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ ആവശ്യങ്ങൾ ഓരോന്ന് ഞാൻ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. അമ്മ മാതാവ്, ഈ മക്കളുടെ കാര്യത്തിൽ അമ്മ മാതാവിന് പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഈ മക്കൾ അമ്മയോട് കൂടെ ചേർന്ന് നിൽക്കുന്ന മക്കളാണ്. അമ്മേ മാതാവേ, ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. അമ്മേ മാതാവ്, ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അമ്മയുടെ ഇടപെടൽ ഇവരുടെ കൂടെ ഉണ്ടാവണമേ. അമ്മ മാതാവ് വെളിപ്പെടുത്തി കാണിച്ചു തരുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെ അമ്മ മാതാവ് സമ്പന്നതയിലേക്ക് ഉയർത്തുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അമ്മ മാതാവ് ഇരുകരങ്ങളിൽ സുരക്ഷിതമാക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും അമ്മ മാതാവ് ദീർഘായുസ് നൽകുന്നു. അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും സന്തോഷവും സമാധാനവും കൊണ്ട് അവരുടെ ജീവിതം നിറയ്ക്കുന്നു. അമ്മ മാതാവ് വെളിപ്പെടുത്തി മക്കളോട് പറയുന്നു, ലൈവിൽ പങ്കെടുത്ത് അമ്മയോട് എല്ലാ കാര്യങ്ങളും നേരിട്ട് സമർപ്പിക്കുക. അമ്മ മാതാവ് വെളിപ്പെടുത്തി പറയുവാണ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ സമയം തന്നെ അനേകം അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ മാതാവ് ചൊരിയുന്നു. ആ അത്ഭുതങ്ങളെല്ലാം തന്നെ നിങ്ങൾ സ്വീകരിക്കാം. അമ്മയോടുകൂടെ അതീവ ഭക്തിയോടുകൂടെ തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥനയെ മുഴുവനായിട്ട് പങ്കുചേരുക. അമ്മ മാതാവ് വെളിപ്പെടുത്തുന്നു, ഓരോ മക്കളെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ മറ്റു മക്കളിലേക്ക് അമ്മ മാതാവിനെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അമ്മ മാതാവിനോടുള്ള ഈ പ്രാർത്ഥനയിൽ എത്ര ദിവസങ്ങൾക്ക് ശേഷമോ എത്ര വർഷങ്ങൾക്ക് ശേഷമോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, ആ സമയത്ത് എല്ലാ മക്കളെയും അമ്മ മാതാവ് അനുഗ്രഹിക്കും. അമ്മ മാതാവിന് പ്രത്യേക ഇടപെടലുണ്ടാകുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് നിങ്ങളെ ഈ പ്രാർത്ഥനയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളെ സ്വന്തം മക്കളാക്കി മാറ്റുവാനായിട്ടാണ്. അമ്മ മാതാവിൻ്റെ ആ പ്രത്യേക ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. നിങ്ങൾ അമ്മയോട് നന്ദി പറയണം. എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ ഈ ലോകത്തുണ്ടായിട്ട് നിങ്ങളുടെ മക്കളെ അമ്മ മാതാവ് തിരഞ്ഞെടുത്ത് സ്വന്തം മക്കളായി മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറയണം. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ പ്രാർത്ഥനയിലൂടെ ഉണ്ടാവുന്നുണ്ട്. അമ്മ മാതാവിനോടുള്ള ഈ പ്രത്യേക പ്രാർത്ഥനയിൽ അമ്മ മാതാവ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും അമ്മ മാതാവ് എടുത്ത് നീക്കും. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അമ്മ മാതാവ് എടുത്ത് നീക്കും. അമ്മേ മാതാവേ, ഞാൻ ഇവരുടെ ഓരോ പ്രശ്നങ്ങളും ഇവരുടെ ഓരോ കാര്യങ്ങളും അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുകയാണ്. അമ്മ മാതാവ് തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ അത്ഭുതം നടത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അമ്മ മാതാവ് അനേകം അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ നടത്തുന്നുണ്ട്. അമ്മേ മാതാവേ, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ അമ്മ മാതാവ് സമ്പത്ത് കൊണ്ട് അവരെ നിറയ്ക്കണമേ. ഇവരുടെ ജീവിതം അമ്മ മാതാവ് സമ്പത്തിനാൽ ഇവരെ നിറയ്ക്കണമേ. ഇവരുടെ ജീവിതം അമ്മയിലൂടെ തന്നെ കൊണ്ടുപോകാൻ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ. ഇവരൊറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇവരെ അമ്മ മാതാവ് കൈവിടരുതേ. അമ്മ മാതാവ് തീർച്ചയായിട്ടും ഈ മക്കളെ അമ്മ മാതാവ് പിടിച്ചുയർത്തുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഇവരുടെ കടബാധ്യത പൂർണ്ണമായിട്ടും അമ്മ മാതാവ് എടുത്തു നീക്കണമേ. ഒരു രീതിയിലുള്ള കടബാധ്യതയും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനായിട്ട് അമ്മ മാതാവ് ഇടയാക്കരുതേ. അമ്മ മാതാവെ, ജപ്തി വക്കിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, ജപ്തി ഒഴിവാനായിട്ടുള്ള അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് എങ്ങനെ ജീവിച്ചു പോകുമെന്നറിയാതെ പതറി നിൽക്കുന്ന മക്കളെ അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, അത്തരം മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ആ സാഹചര്യം എടുത്ത് നീക്കിക്കൊണ്ട് സന്തോഷവും സമാധാനത്തോടും കൂടി ആ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം അമ്മ മാതാവ് മക്കൾക്ക് നൽകണമേ. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കൂടെ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, ജോലിയില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അവർക്ക് തീർച്ചയായിട്ടും ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവ് ഈ മക്കളെ കരുതുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവ് ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഈ മക്കളെ പൂർണ്ണമായിട്ടും അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു.
അമ്മേ മാതാവ് വിദേശ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ കാര്യത്തിൽ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. വിദേശ ജോലികളിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കൂടാതെ ഈ മക്കൾക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കി കൊടുക്കണമേ. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് ഗവൺമെൻറ് ജോലി അവർക്ക് ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് ഈ മക്കളെ കാത്ത് സംരക്ഷിക്കുന്നതിനോർത്ത് ഞാൻ നന്ദി പറയുവാണ് അമ്മേ മാതാവേ. ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ, ഏതെങ്കിലും തരത്തിലുള്ള ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അത്തരത്തിൽ ഏതെങ്കിലും മാനസികപരമായിട്ടുള്ള തകർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മേ മാതാവ് അതിലെല്ലാം അമ്മയുടെ ഇടപെടലുണ്ടായിക്കൊണ്ട് ഈ മക്കൾക്ക് ശക്തി നൽകണമേ. അമ്മയുടെ ഇടപെടൽ ഈ മക്കളുടെ കൂടെ തന്നെ ഉണ്ടാകണമേ. അമ്മ ഈ മക്കൾക്കൊപ്പം ഉണ്ടായിക്കൊണ്ട് ഈ മക്കളുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും അമ്മ മാതാവ് ഈ മക്കളെ വിടുവിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെല്ലാവരെയും അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനോർത്ത് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ രോഗ സാഹചര്യങ്ങൾ മുഴുവനും അമ്മ മാതാവ് എടുത്തു നീക്കിക്കൊണ്ട് അവരെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ജന്മന ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ ബുദ്ധിമുട്ടിൽ അമ്മയുടെ ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് അവരെ ചേർത്ത് പിടിക്കുന്നതിനോർത്ത് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ നേരിടുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അതിലും അമ്മയുടെ ഇടപെടലുണ്ടാകണമേ. സ്വന്തമായിട്ട് ഭവനമില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവർക്ക് സ്വന്തമായിട്ടൊരു ഭവനം ലഭിക്കുവാൻ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ആ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മേ മാതാവ് വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ആ മക്കളുടെ വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുവാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ മക്കളില്ലാതെ ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവർക്ക് മക്കളുണ്ടാകുവാൻ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരുടെ എല്ലാ കഷ്ടപ്പാടുകളും അമ്മ മാതാവ് എടുത്ത് നീക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. അമ്മേ മാതാവ് ഇവരെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ഭവനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സമാധാനമില്ലായ്മയുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ ഭവനത്തിൽ സന്തോഷവും സമാധാനവും അമ്മ മാതാവ് നിറയ്ക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ഭവനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചികപരമായിട്ടുള്ള ബന്ധനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ മക്കൾ അറിയാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അതെല്ലാം എടുത്തു നീക്കിക്കൊണ്ട് ഈ മക്കളെ പൂർണ്ണമായിട്ട് അമ്മയിലേക്ക് സമർപ്പിക്കാനായിട്ട് അമ്മ മാതാവ് ഇടയാക്കണമേ. അമ്മേ മാതാവ് ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുവാണ് അമ്മേ മാതാവേ. ഈ മക്കളെ അമ്മ മാതാവ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്തതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, അമ്മ മാതാവിനെ മറ്റു മക്കളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ചാനലിലുള്ള പ്രാർത്ഥന വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മക്കളെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കളെ അമ്മ മാതാവ് കാത്ത് സംരക്ഷിക്കണമേ. അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മയിലേക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, അമ്മയിലേക്ക് പൂർണ്ണമായിട്ടും സ്നേഹം സമർപ്പിച്ചുകൊണ്ട്, അമ്മയോടുള്ള പ്രാർത്ഥനയ്ക്കുള്ള എല്ലാ വീഡിയോയ്ക്കും ആവശ്യങ്ങൾ കമൻ്റായിട്ട് ഇടുന്ന മക്കളുടെ ആവശ്യങ്ങൾ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അവരുടെ ആവശ്യങ്ങൾ അമ്മയുടെ ഇടപെടലുണ്ടാവണമേ. അമ്മ മാതാവ് അവരെ കാത്തുകൊള്ളണമേ. അവരെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുവാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തി കാണിച്ചു തരുന്നു. ഓരോ മക്കളെയും അമ്മ മാതാവ് ഇരുകരങ്ങളിലും ചേർത്ത് പിടിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നു. അമ്മ മാതാവ് വെളിപ്പെടുത്തി പറയുവാണ്. എല്ലാ മക്കളോടും പറയുന്നു. അമ്മ മാതാവ് പറയുന്നു, അമ്മയോട് കൂടെ ചേർന്ന് നിൽക്കാം. അമ്മ മാതാവ് ഈ മക്കളെല്ലാവരും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അമ്മ മാതാവ് തീർച്ചയായിട്ടും ഏറ്റെടുക്കണമേ എന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക. അമ്മേ മാതാവേ, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന അമ്മയുടെ പക്കലേക്ക് എത്തിയിരിക്കുന്നു. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുവാണ്. അമ്മ മാതാവ് മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മയുടെ പ്രത്യേക ഇടപെടൽ മക്കളുടെ കാര്യത്തിലുണ്ടായതിനെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മ മാതാവ് മക്കളെല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു.